ഷിരൂരിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിനായി ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഡ്രഡ്ജ് ക്രാഫ്റ്റാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ഈ ഡ്രഡ്ജ് ക്രാഫ്റ്റ് ഒരുപോലെ ഈ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഡ്രഡ്ജ് ക്രാഫ്റ്റാണ്. അതായത് നിലവിൽ കോൾപ്പാടങ്ങളിലും മറ്റുമാണ് ഇത് ഉപയോഗിച്ച് വരുന്നത്. ഇതാണ് ഷിരൂരിലേക്ക് കൊണ്ടുപോകാനായി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇത് നിർമ്മിച്ചിരിക്കുന്ന ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്ന കമ്പനിയുടെ സർവീസ് മാനേജറാണ് നമ്മോടൊപ്പം ഉള്ളത്, നിഖിലാണുള്ളത്. നിഖിൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? നമസ്കാരം, ഞാൻ പേരാമ്പ്ര മറൈൻ ഇൻഡസ്ട്രീസ് സ്റ്റാഫാണ്. ഓക്കെ, ഇതാണ് ഞങ്ങളെ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിയർലി 1 ഇയർ ആയി ഇതിൻ്റെ പ്രൊഡക്ഷനെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 6 മീറ്റർ നീളം, അതിൻ്റെ വീതി 3.5, ഹൈറ്റ് 2.5. അതിൻ്റെ ക്യാബിൻ ഡീറ്റാച്ചബിൾ ആണ്, നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ഹൈറ്റ് പിന്നെ കുറയ്ക്കാൻ പറ്റും. അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ട് നമുക്കത് മടക്കി വെക്കാൻ പറ്റും. പിന്നെ 2 സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പഡ് കൊടുത്തിട്ടുണ്ട്. 5.5 മീറ്റർ ഇപ്പോൾ നീളമുണ്ട്, അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 6 മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സ്ക്വയർ സെക്ഷൻ 4.5 മീറ്റർ വരെ നമുക്ക് അടിയിലോട്ട് നമുക്ക് മണ്ണ് കോരിയെടുക്കാൻ ഡ്രഡ്ജിങ് പർപ്പസ് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് ലോഡിങ് സെൽഫ് പ്രൊപ്പലർ സെൻട്രൽ കൊടുത്തിട്ടുണ്ട്. അത് 4 നോട്ട് വരെ നന്നായിട്ട് വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ നോർമൽ സ്പെസിഫിക്കേഷൻ. ഇതിപ്പം ഗംഗവലിപ്പുഴയുടെ ഒരു കുത്തൊഴുക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അത് ഈ ദൃശ്യങ്ങളിലൂടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഒരു 8 നോട്ട് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം മുങ്ങൽ വിദഗ്ധർ പറഞ്ഞത് അടിയിൽ 12 നോട്ട് വരെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് പര്യാപ്തമാവും? ഞങ്ങളും ഇതേപോലെ ന്യൂസ് കേൾക്കുന്ന ഓരോരോ റിപ്പോർട്ടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ MD ഉൾപ്പെടെയുള്ള വിദഗ്ധ സമൂഹം ഇന്ന് രാവിലെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെഷീൻ എടുത്ത് നിന്ന് ബാക്കി മെയിൻ്റനൻസ് എല്ലാം നോക്കിയിട്ട് എപ്പോഴാണ് അവർ പോസ്റ്റ് സാധനം കിട്ടുന്നത് അപ്പോൾ കയറ്റി പോകാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം 4, 5, 6 വരെയൊക്കെ ഓക്കെ ആയിരിക്കും. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ആഴത്തിൻ്റെ കാര്യത്തിലും ഒരു 20 മീറ്ററൊക്കെ ആഴം പുഴയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടിത്തട്ടിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യാനായിട്ട് പറ്റുമോ? അല്ല, മെയിനായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ കുറേ മണ്ണെല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മണ്ണെടുത്ത് നീക്കിയാൽ തന്നെ നല്ല ഫ്ലോ ഉണ്ടാവുകയും ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളൊരു പ്ലാനിങ്. സെൻട്രൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന മണ്ണെല്ലാം മാറി അതൊക്കെ സുഖമായി ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഏത് ഒഴുക്കുണ്ടെങ്കിലും അത്യാവശ്യം ഒഴുക്കുണ്ടെങ്കിലും പിടിച്ചു നിന്ന് അത് നമുക്ക് ഡ്രഡ്ജ് നടത്താൻ സാധിക്കും. ഇതിപ്പോൾ എത്ര വർഷമായി നമ്മളിവിടെ നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. ഇതിപ്പോൾ കേരളത്തിൽ നമ്മുടെ 2ാമത്തെ മെഷീൻ. 1ാമത്തെ മെഷീൻ്റെ മണ്ണ് തീക്ക് വേണ്ടിയിട്ട് 3 വർഷം മുമ്പ് ഉണ്ടാക്കി സക്സസ്ഫുള്ളായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ മാവൂര് വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇതിപ്പം മെഷീൻ കൊടുത്തിട്ട് നിയർലി 1 ഇയർ ആയി. ഇവിടെ ഇപ്പം ഒരു 2 മാസമായി വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാലാവസ്ഥ മാറി മഴയ്ക്കായപ്പോൾ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് എത്ര മഴയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. പിന്നെ പ്രതിഫലമായ നന്നായ സാഹചര്യം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ആരൊക്കെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്? എത്ര ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്? കൂടുതൽ നമ്മുടെ ഭാഗത്ത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനിയുടെ MD ഡിസൈനർ MD പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. അതാണ് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല. ഈ കമ്പനി ഇത് നിർമ്മാണ കമ്പനി MD പോയിട്ടുണ്ട്. തീർച്ചയായും അതാണ് ഈ ഒരു യന്ത്രത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും മറ്റുമാണ് എനിക്ക് വിശദീകരിച്ചത്. എന്തായാലും അനുമതി കർണാടകത്തിൽ നിന്ന് ലഭിച്ചാലാണ് ഈ യന്ത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകുക. കർണാടകയെ ഈ കാര്യങ്ങളുമായി, അതായത് ഇതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടി, അവരെ അറിയിക്കുന്നതിന് വേണ്ടിയും ഒരു സംഘം തന്നെ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്.